ഹലോ, ഇന്ന് ഇരുമ്പുളി കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ. അതിനുവേണ്ടി ഇരുമ്പുളി എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് സവോള ചെറുതാക്കി നീളനെ നുറുക്കി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ വേണ്ടത് നാളികേരപ്പാലാണ് കേട്ടോ. അത് 1-ാം പാലും 2-ാം പാലും വേറെ വേറെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് കൂട്ടി തരുമ്പോൾ അതിനുവേണ്ടി സവോള, ഇഞ്ചി, കറിവേപ്പില, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, അതൊക്കെ കൂടി കൂട്ടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് കൂട്ടി തിരുമ്മി വെക്കണം. ഇതിൽ പച്ചമുളക് മാത്രം നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. പച്ചമുളക് ഇട്ട് തിരുമ്മി കഴിഞ്ഞാൽ കയ്യിന് പണി കിട്ടുക, അതാണ്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി തിരുമ്മി ഇനി ലാസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇരുമ്പുളി നമ്മൾ 4 നുറുക്കി വെച്ചേക്കണത്. അത് പുളിക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പുളി കൂടുതലാണെങ്കിൽ അത്ര അധികം ചേർക്കണ്ട. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിൽ കിടന്നിട്ട് വേണം പുളി വേവാനായിട്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വറ്റി വന്നിട്ട് വേണം നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായി തിളച്ച് ഇരുമ്പുളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ടാണ് നമ്മൾ ചേർക്കണത്. വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി വട്ടനെ നുറുക്കിയിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂത്ത് കളറൊക്കെ മാറി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂത്ത് വരുമ്പോൾ അത് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇരുമ്പുള്ളിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇരുമ്പുള്ളി കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.